ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കിട്ടിയിലും പായസ റെസിപ്പിയാണ് കേട്ടോ. നമുക്കതിങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് നമുക്ക് കടലപ്പരിപ്പാണ് കേട്ടോ. കടലപ്പരിപ്പിന് പകരം നിങ്ങൾക്ക് ചെറുപയർ പരിപ്പ് വേണമെങ്കിൽ അതും എടുക്കാവുന്നതാണ്. ഞാനിവിടെ കടലപ്പരിപ്പ് കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ 1 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് തന്നെ വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ കഴുകിയെടുത്ത കടലപ്പരിപ്പ് ഞാനിപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടലപ്പരിപ്പ് ഒന്ന് ആദ്യം വേവിച്ചെടുക്കണം. അപ്പോൾ അത് ആ കുക്കറിലേക്ക് കടലപ്പരിപ്പ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കാനായിട്ട് 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുക്കർ അടച്ച് ഒരു 3 വിസിലിന് വേവിച്ചെടുക്കുക. ഉപ്പൊന്നും ചേർത്ത് കൊടുക്കരുത്. കടലപ്പരിപ്പ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ കടലപ്പരിപ്പ് വേവാനായിട്ട് സമയം എടുക്കും. അപ്പോൾ ഉപ്പ് ചേർക്കാണ്ടാണെങ്കിൽ വേഗത്തിൽ വെന്ത് കിട്ടും. അപ്പോൾ ഇതാ കുക്കർ അടിച്ച് ഞാൻ വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാവൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. തേങ്ങാപ്പാൽ നമ്മൾ 1-ാം പാലുണ്ടല്ലോ, ആ 1-ാം പാലാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂണെങ്കിലും വേണ്ടേ വരും. അത് നിങ്ങൾക്ക് പാകത്തിന് എടുക്കുക കേട്ടോ. നിങ്ങൾ എത്രയാണോ മാവ് എടുക്കുന്നതിന് അതിന് പാകത്തിന് ഒഴിച്ചു കൊടുക്കുക. ലേശം ലേശമായി ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. അധികം വെള്ളം ഏറി പോവാത്ത രീതിയിലൊന്ന് ആക്കിയെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ലേശം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ ലേശം നെയ്യൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ ആക്കി കൊടുക്കുക. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒന്ന് നന്നായി സോഫ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചെറിയ ബോൾസ് ആക്കി എടുത്ത ശേഷം ഒന്ന് നീളത്തിൽ പരത്തിയിട്ട് ചെറിയ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അധികം കട്ടിയാവാത്ത രീതിയിൽ വേണം ആക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പരത്തി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ കയ്യിൽ ചെറുതായി എടുത്ത് ആക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കും. ഇതുപോലെ ആക്കിയെടുക്കുമ്പോൾ നമുക്ക് വേഗത്തിലാക്കിയെടുക്കാം. അപ്പോൾ അതാണ് ഈ ഒരു പ്ലേറ്റിൽ ലേശം ഒന്ന് നെയ്യ് തടവിയ ശേഷമാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇഡലി പാത്രത്തിൽ ആവി കയറ്റാൻ വേണ്ടിയിട്ട് വാഴയിലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ വേവിക്കാൻ വേണ്ടി വെച്ച കടലപ്പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വാഴയിലയിൽ മാവ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് വെന്ത് വരുമ്പോഴത്തേക്ക് അടുത്ത പണി ചെയ്യാം. ഇതുപോലെ ഒരു പാനിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടത്തിന് എത്രയാണോ വേണ്ടി അതിനനുസരിച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അളവോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ട് ഒന്ന് വറുത്ത് മാറ്റിയെടുക്കുക. അല്ല ലാസ്റ്റ് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ആദ്യം തന്നെ ഒന്ന് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് നെയ്യിൽ വറുത്തെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ബദാമോ പിസ്തയൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ല. വെള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ട് ഞാൻ വറുത്തെടുത്ത് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത കടലപ്പരിപ്പ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിൽ ലേശം ഒന്ന് വെള്ളമുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചേർത്ത് കൊടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഒരുപാട് വെള്ളത്തിൽ വേവിച്ചെടുക്കരുത് എന്ന് കേട്ടോ. അപ്പോൾ ഞാൻ കടലപ്പരിപ്പ് മുഴുവനായിട്ടും ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിം ഇട്ട് കൊടുത്തിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഈ ഒരു കടലപ്പരിപ്പിൻ്റെ ഇടയിൽ 1-2 വെള്ളപ്പയർ ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇപ്പോൾ ഈ ഒരു കളർ ചേഞ്ച് ആയിട്ട് നമുക്ക് ഇടയിൽ കൂടെ കാണുന്നത്. ഇനി വേറെ എന്തെങ്കിലുമാണ് നിങ്ങൾ വിചാരിക്കേണ്ട. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3-ാമത്തെ തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ, 1-ാം പാൽ, 2-ാം പാൽ, 3-ാം പാൽ. അതിലത്തെ 3-ാം പാലാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 3-ാം പാൽ ചേർത്തിട്ട് ഈ പരിപ്പും ഈ ഒരു തേങ്ങാപ്പാലും നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഞാൻ 1.5 ടീസ്പൂൺ അളവിൽ അരിപ്പൊടി ഉണ്ട്. നല്ല വറുത്തെടുത്ത അരിപ്പൊടിയിലേക്ക് ലേശം തേങ്ങാപ്പാൽ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തതാണ്. അതിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് തിക്കിലായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ വാഴയിലയിൽ വേവിച്ചെടുത്ത് നമ്മൾ മൈദയൊക്കെ ഉരുട്ടി വാഴയിലയിൽ വേവിച്ചെടുത്തല്ലോ, അതിപ്പോൾ ഞാൻ ഈ ഒരു പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കടലപ്പരിപ്പും ഈ ഒരു മാവ് വേവിച്ചതും
മൂന്നാം പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് രണ്ടാം പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുറച്ച് കട്ടിക്ക് തന്നെയാണ് രണ്ടാം പാലുള്ളത്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം കുറച്ച് കട്ടിയിൽ തന്നെ അധികം വെള്ളം ചേർക്കാതെ എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് നോക്കിയിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര വേണ്ട, അതിന് പകരം ശർക്കര ചേർത്ത് കൊടുക്കണമെങ്കിൽ ശർക്കരയും ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഇതാ പഞ്ചസാര ചേർത്തിട്ട് ഞാനിവിടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ചൊന്ന് കുറുകി വരണം കേട്ടോ. ഇനി നമ്മുടെ പായസത്തിന് മെയിനായിട്ടുള്ള സാധനം ഏലക്കായാണ്. ഞാനൊരു 3-4 ഏലക്ക ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ ഒന്ന് ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പായസം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിപ്പൊടിയൊക്കെ ഇട്ട് മിക്സാക്കി നന്നായി തിളച്ചപ്പോൾ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഒന്നാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നാം പാല് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അധിക നേരം തിളപ്പിക്കാൻ പാടില്ല. ഒന്ന് തിളച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോഴാണ് ആ പച്ച തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റ് ആ പായസത്തിൽ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഒന്നാം പാല് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മീതെ കുറച്ച് നെയ്യും കൂടെ ഞാനൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്കിയാൽ മതി. പിന്നെ അതിൻ്റെ മീതെ കുറച്ച് നെയ്യും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ കിടിലൻ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ. അധികം നേരം തിളപ്പിക്കാൻ പാടില്ല. അങ്ങനെ ഇതാ പരിപ്പും മൈദയും വെച്ചിട്ടുള്ള അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.